ഇന്ന് വൈകുന്നേരമാണ് 4 മണിക്ക് വാർത്താ സമ്മേളനം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിവരങ്ങളുമായി ടെലിഫോണിൽ വിനീത വിജി ഡൽഹിയിൽ നിന്ന് ചേരുകയാണ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഇന്ന് വൈകുന്നേരം 4 മണിക്ക് നമുക്ക് അറിയാൻ കഴിയും. എന്നാണ് തെരഞ്ഞെടുപ്പ് നടക്കുക, എന്നാണ് വോട്ടെണ്ണൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം 5 ഇടങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുക. ഇപ്പോൾ വിനീത വിജി ടെലിഫോൺ ലൈനിൽ. പറയൂ വിനീത. ഇന്ന് വൈകിട്ട് 4 മണിക്ക് കേരളം ഉൾപ്പെടെയുള്ള 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചേക്കും. വൈകിട്ട് 4 മണിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട്. വിഖ്യാൻ ഭവനിലാണ് വാർത്താ സമ്മേളനം ഉണ്ടാവുക. അതുമായി അനുബന്ധിച്ച് ഇന്ന് രാവിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രത്യേക യോഗം കൂടി ചേരുന്നുണ്ട്. നിലവിലെ ഈ 5 സംസ്ഥാനങ്ങളിലെ സന്ദർശനത്തിന് ശേഷമാണ് ഇന്ന് രാവിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ പ്രത്യേക യോഗം ചേർന്നത്. എല്ലാ സംസ്ഥാനങ്ങളിലെയും ഈ തെരഞ്ഞെടുപ്പ് അടുത്ത സംസ്ഥാനങ്ങളിലെയൊക്കെ തന്നെ ക്രമീകരണങ്ങളടക്കം നേരത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതത് സംസ്ഥാനങ്ങളിലേക്ക് എത്തി വിലയിരുത്തിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് യോഗം ചേർന്നത്. ഈ യോഗത്തിലായിരിക്കും തെരഞ്ഞെടുപ്പ് തീയതി സംബന്ധിച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ അത് അന്തിമ തീരുമാനത്തിലേക്ക് എത്തുക. അതിനുശേഷം വൈകിട്ട് 4 മണിക്ക് വാർത്താ സമ്മേളനം വിളിച്ചിരിക്കുകയാണ്. 4 മണിക്കുള്ള വാർത്താ സമ്മേളനത്തിൽ ഈ തീയതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രഖ്യാപിച്ചേക്കും. കേരളമടക്കമുള്ള 5 സംസ്ഥാനങ്ങളിലെ തീയതിയായിരിക്കും പ്രഖ്യാപിക്കുക. തമിഴ്നാട്, പുതുച്ചേരി, കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഒറ്റഘട്ടമായിട്ടായിരിക്കും വോട്ടെടുപ്പ് ഉണ്ടാവുക. അതേസമയം കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പ് നടന്ന ബംഗാളിൽ ആദ്യഘട്ടം 8 ഘട്ടങ്ങളായിട്ടാണ് വോട്ടെടുപ്പ് നടത്തിയിട്ടുണ്ടായിരുന്നത്. അത് നിലവിൽ 5 ഘട്ടമായി പരിമിതപ്പെടുത്തുന്ന കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ അസമിൽ 3 ഘട്ടമായിട്ടായിരിക്കും തെരഞ്ഞെടുപ്പ് നടക്കുക. ഓക്കെ, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനം ഇന്ന് വൈകുന്നേരം 4 മണിക്കാണ് എന്നുള്ള അറിയിപ്പ് സ്ഥിരീകരിക്കപ്പെട്ടോ? തീർച്ചയായും എസ്കേൻ, അങ്ങനെ തന്നെയാണ് നമുക്കിപ്പോൾ നിലവിൽ അറിയാൻ കഴിയുന്നത്. ഞാനിപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്ത് തന്നെയാണ് ഉള്ളത്. നിലവിൽ വൈകിട്ട് 4 മണിക്ക് വാർത്താ സമ്മേളനം ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് ഔദ്യോഗിക വിവരം എന്ന തരത്തിൽ ലഭ്യമായിരിക്കുന്നത്. നിന്ന് വി ദിലീപ് കുമാർ കൂടി ചേരുന്നു. 5 ഇടങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുക. ഇതിന്റെ തീയതികളാണ് ഇന്ന് പ്രഖ്യാപിക്കുക. കൂടുതൽ വിവരങ്ങൾ ദിലീപ് കുമാർ. എസ്കെഎൻ, കേരളത്തിലെ തെരഞ്ഞെടുപ്പ് തീയതി ഇന്ന് വൈകിട്ട് 4 മണിക്കറിയാം. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് വൈകിട്ട് 4 മണിക്ക് ഡൽഹിയിൽ വാർത്താ സമ്മേളനം വിളിച്ചിരിക്കുകയാണ്. കേരളം ഉൾപ്പെടെ 5 സംസ്ഥാനങ്ങളിലേക്കുള്ള കേരളം, തമിഴ്നാട്, പശ്ചിമബംഗാൾ, അസം, പുതുച്ചേരി സംസ്ഥാനങ്ങളിലേക്കുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതിയാണ് ഇന്ന് വൈകിട്ട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിക്കുക. രാവിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ യോഗം ഡൽഹിയിൽ ചേരും. അവസാനവട്ട സ്ഥിതിഗതികൾ വിലയിരുത്തും. കേരളത്തിലും തമിഴ്നാട്ടിലും പുതുച്ചേരിയിലും ഒറ്റഘട്ടമായിട്ടായിരിക്കും തെരഞ്ഞെടുപ്പ് നടക്കുക. അതേസമയം കഴിഞ്ഞ തവണ 8 ഘട്ടമായി തെരഞ്ഞെടുപ്പ് നടന്നതാണ് ബംഗാൾ. ഇത്തവണ 8 ഘട്ടമില്ലെങ്കിലും ഒരുപക്ഷെ 5 ഘട്ട തെരഞ്ഞെടുപ്പിന് ബംഗാളിൽ സാധ്യതയുണ്ട്. അസമിൽ 3 ഘട്ടമായി തെരഞ്ഞെടുപ്പ് നടക്കും എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. ഏപ്രിൽ മാസം 17-നും 23-നും ഇടയ്ക്കായിരിക്കും തെരഞ്ഞെടുപ്പ് തീയതി എന്നത് സ്ഥിരീകരിക്കാത്ത ഒരു വിവരമുണ്ട്. പക്ഷേ ഇക്കാര്യത്തിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രഖ്യാപനത്തിന് നമുക്ക് കാത്തിരിക്കാം. വോട്ടെണ്ണൽ മെയ് ആദ്യവാരമായിരിക്കും എന്ന സൂചനയും ലഭിക്കുന്നുണ്ട്. സംസ്ഥാനത്ത് വിഷു, ഈസ്റ്റർ, വേനൽക്കാലം തുടങ്ങിയ കാര്യങ്ങളൊക്കെ കണക്കിലെടുത്താണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ തെരഞ്ഞെടുപ്പ് തീയതി നിശ്ചയിച്ചിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഇന്ന് വൈകിട്ട് തന്നെ ഉണ്ടാകും. കേരള നിയമസഭയിലേക്ക് 140 അംഗ കേരള നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ തീയതിയാണ് ഇന്ന് വൈകിട്ട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിക്കാൻ പോകുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചാൽ ഉടൻ തന്നെ പെരുമാറ്റച്ചട്ടം നിലവിൽ വരും. വിജ്ഞാപനം 2 ദിവസത്തിനകം തന്നെ വന്നേക്കും. അതിനുശേഷം തെരഞ്ഞെടുപ്പ് നടപടികളിലേക്ക്, പത്രികാ സമർപ്പണം ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കടക്കുകയും ചെയ്യും. അതേസമയം സ്ഥാനാർത്ഥികളെ നേരത്തെ തന്നെ പ്രഖ്യാപിച്ച് കളം പിടിക്കാനുള്ള ശ്രമം മുന്നണികൾ നേരത്തെ തന്നെ തുടങ്ങിയിരുന്നു. പല പാർട്ടികളും പല മുന്നണികളും സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചുള്ള അന്തിമ ധാരണ പല മണ്ഡലങ്ങളിലും അത് തീരുമാനിച്ചിട്ടുണ്ട്. ചില മണ്ഡലങ്ങളിൽ മാത്രമാണ് ഇപ്പോഴും പ്രശ്നങ്ങൾ ബാക്കിയുള്ളത്. ഇതിനകം തന്നെ സമവായത്തിലെത്തിയിട്ടുള്ള മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനവും ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുന്നതിന് തൊട്ടു പിന്നാലെ തന്നെ മുന്നണികൾ നടത്തുന്നതിനുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ സംസ്ഥാന സർക്കാരും സംസ്ഥാന മന്ത്രിസഭാ യോഗമൊക്കെ വിശദമായി തന്നെ നിരവധി അജണ്ടകളാണ് ചർച്ച ചെയ്തിരുന്നത്. തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് തന്നെ നിരവധി മേഖലകളെ ബാധിക്കുന്ന അല്ലെങ്കിൽ വോട്ടർമാരെ ആകർഷിക്കത്തക്ക തരത്തിലുള്ള നിരവധി തീരുമാനങ്ങൾ സംസ്ഥാന മന്ത്രിസഭാ യോഗം കൈക്കൊണ്ടിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ കേരളത്തിലെത്തി, കൊച്ചിയിലെത്തി BJPയുടെയും NDAയുടെയും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ കോൺഗ്രസിനെ സംബന്ധിച്ച് രാഹുൽ ഗാന്ധി, പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ നേതൃത്വത്തിൽ നടത്തിയ പുതുയുഗ യാത്രയുടെ സമാപനം, അത് പ്രതിപക്ഷ നേതാവ് സംസ്ഥാനത്തെ മുഴുവൻ മണ്ഡലങ്ങളിലും ഈ ജാഥയുമായി പോവുകയും അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധി സമാപന സമ്മേളനത്തിൽ പങ്കെടുത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക്, UDF പ്രവർത്തകർക്ക് വലിയ തോതിലുള്ള ആത്മവിശ്വാസം നൽകുകയും ചെയ്തിട്ടുണ്ട്. നിരവധി പ്രഖ്യാപനങ്ങൾ 5 കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കോൺഗ്രസിന്റെ 5 ഗ്യാരണ്ടി, അതിൽ സ്ത്രീകൾക്ക്
KSRTC ബസ്സിൽ സൗജന്യ യാത്രയടക്കമുള്ള പ്രഖ്യാപനങ്ങൾ രാഹുൽ ഗാന്ധി കൊച്ചിയിൽ നടത്തിയ സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചിരുന്നു. ഇടതുമുന്നണിയുടെ പ്രകടന പത്രികയിലും സമാന രീതിയിലുള്ള വാഗ്ദാനങ്ങൾ ഉണ്ടാകും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. മുതിർന്ന പൗരന്മാർക്കുൾപ്പെടെ KSRTC ബസ്സിൽ സൗജന്യ യാത്ര, ഇക്കാര്യത്തിൽ ലണ്ടൻ ബസ്സുകൾ സ്വീകരിച്ചിട്ടുള്ള മാതൃക, അതൊക്കെ അത്തരം കാര്യങ്ങളും ഈ പ്രകടന പത്രികയിൽ ഉണ്ടാകുമെന്ന് അറിയുന്നുണ്ട്. ഏതായാലും SKN കൗണ്ട് ഡൗൺ തുടങ്ങിക്കഴിഞ്ഞു. സംസ്ഥാന നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ തീയതി വൈകിട്ട് 4 മണിക്ക് അറിയാം. 4 മണിക്കാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനം. SKN ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.